ടീച്ചർ പരിചയപ്പെടുത്തുന്ന കാര്യം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അമൃതയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അമൃതയെ പോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഒരു വലിയ വീട്ടിലെത്തിയ ഒരാളുണ്ട്, മോദി സർ, നമ്മുടെ പ്രധാനമന്ത്രി. വളരെ ചെറിയ വീട്ടില് അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് വളർന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ. അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ക്ഷമയും ഒക്കെ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം നീങ്ങാം, ഇന്ത്യയുടെ ഒപ്പം നീങ്ങാം. ഈ സ്നേഹത്തെ തോൽപ്പിക്കാനാവില്ല ആർക്കും. പോകും ഇവൾ ആര് ധിക്കരിച്ചും ഈ ദൈവത്തിനരികിലേക്ക്. എനിക്കിപ്പോ ഞാൻ പല ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ, എല്ലായിടത്തും അങ്ങനെ ബോംബെ, ഇവിടെയൊക്കെ പോവാറുണ്ട്. അപ്പൊ എനിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഇവൾ വീണ്ടും അപകടങ്ങളിലേക്ക്. ചെന്നൈയിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ ഇതിന് ചന്ദനമേള തന്നെ തമിഴ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യും. പയ്യെ മേക്കപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ചു നേരം ഉറക്കം കിട്ടുമല്ലോ എന്ന് വെച്ച് പയ്യെ എഴുന്നേറ്റ് വണ്ടിയിൽ കയറി പയ്യെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവും. ആ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ചന്ദനമേള ഷൂട്ടിംഗ് തുടങ്ങുമ്പോ എനിക്ക് വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല. എന്താ കാര്യം? കണ്ണ് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പോവും. അതാണ് റോഡിന്റെ സ്ഥിതി. ഒരു രക്ഷയുമില്ലാതെ ഈ പാവം പെണ്ണ് നക്ഷത്രക്കാരെണ്ണുന്നു. എന്റെ ബ്രദേഴ്സ് ഒരുപാട് ദുബായിലുണ്ട്. അവര് ഞാൻ ചേട്ടാ നാട്ടില് വരുന്നില്ലേ, നാട്ടില് നമുക്ക് എന്താ അടിച്ചു പൊളിക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോ അവര് പറയാ, ഇവിടെ നിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണെന്നാണോ മേഘ്ന വിചാരിക്കുന്നത്? അല്ല, ഒരുപാട് ദുഃഖമുണ്ട്. അതൊക്കെ സഹിച്ചിവിടെ നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ എന്റെ ഫാമിലിക്ക് വേണ്ടി. അത് നാട്ടിലെന്താ പ്രശ്നം? നാട്ടിലെ ജോലിയില്ലേ, നാട്ടില് പൈസ കിട്ടത്തില്ലേ, ജീവിക്കാൻ പറ്റില്ലേ? ഇല്ല. അൺഎംപ്ലോയ്മെന്റ്, നാട്ടില് അൺഎംപ്ലോയ്മെന്റ് എന്താ പ്രശ്നം? 100% ലിറ്ററസി ആയത് നമ്മളുടെ തെറ്റാ? അല്ല. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം എന്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നില്ലേ? സോ നാടിന്റെ പുരോഗതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണുവെച്ചോ ഇവളെ ആരെങ്കിലും നനച്ചിരിക്കാതെ ആ ദുരന്തം കടന്നു വരുന്നു. സോ നമുക്ക് ഇന്ത്യയുടെ ഒപ്പം നീങ്ങണം. ഒരു മാറ്റം വേണ്ടേ ഇതിനൊക്കെ? അതുകൊണ്ട് ഇന്ത്യയുടെ ഒപ്പം നീങ്ങണം. എനിക്കൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വപ്നം ഒരു നല്ലൊരു ഇതേപോലെയുള്ള ഒരു രാജ്യം, അതിൽ ഒരു പുരോഗതിയുള്ള ഒരു രാജ്യം, ഇന്ത്യയുടെ ഒപ്പം നീങ്ങുന്ന ഒരു രാജ്യം, അതാണ് എന്റെ സ്വപ്നം. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു, അതെന്താ?